കരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം കുട്ടിക്കലവറയിലേക്ക്. നിങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ കാഴ്ചകളാണ് ഇന്നത്തെ കുട്ടിക്കലവറയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം കുട്ടിക്കലവറയിലേക്ക്. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അയ്യേ, ഒരു കേക്ക് കട്ട് ചെയ്യാൻ ഇത്ര ആരോഗ്യമുള്ളൂ? അതാണ് കുട്ടിക്കലവറയുടെ എനർജി. അവിടെ പറഞ്ഞ് വീണ് കഴിഞ്ഞു. പക്ഷെ കേക്ക് കട്ട് ചെയ്യാൻ കത്തിയില്ലല്ലോ. ആരില്ല കത്തില്ല കയ്യിൽ. ആഹാ. സോ 1 2 3 തക്കാളിയും കാന്താരിയും കറിയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഒപ്പ വെട്ടിയെടുത്ത് അച്ചീരം മുറിച്ചിട്ട് കാന്താരി ഉപ്പും ചേർത്ത് നല്ലോണം കടിച്ചിട്ട് ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറയിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒരു കൂട്ടുകാരൻ കൂടെ വരുന്നു. ആരാണെന്നല്ലേ? ഇതാ കണ്ടു നോക്കാം. Welcome to the club. नरंगी वाली कला कटव डंबूकारी पट्टायली तारी पंजा मृदु तट्टीकारी तोट बेट वेनु मुन्ना कुट्टी पोरे कोडे वाड़ी कित कुट्ट पोदु मुन्ना कुत्त कट्टे नानु रेडी प्लेट मुदक कारी चॉकलेट कलर कारी ओंतेक वडम ताके ये नेस तुडिक तेरी கிட்ட நெருங்கி வாடா கர்லா கட்ட உடம்பக்காரா பட்டா எழுதி தாடா பஞ்சாமிர்தவ தட்ட தாடா தொட்டா பெட்டா நானும் வாரேன் உப்பு மூட்டை தூக்கி போடா கீத்து கொட்டா போதும் மழா கூத்து கட்ட கூட வாடா கட்டு முதுகு காரா சாக்லேட் கலர் காரா உன் தேக்கு உடம்ப தாக்காய ஆசை துடிக்குதேடா. ഈ പരിപാടിയിലെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും പോലെ തന്നെ ഞാനും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നത് മലയാള ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും വിപുലമായ ഒരു കുക്കറി ഷോ മാത്രമല്ല, ഒരുപാട് രസാവഹമായിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഷോ. അതിൽ ഭാഗവാക്കാകുവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കലവറ തന്നെയായിരിക്കും.
ഒരുപാട് രസങ്ങളുടെ കലവറ തന്നെയായിരിക്കും നമ്മുടെ ഈ കുട്ടി കലവറ. കുട്ടിക്കലവറയിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അവരുടെ കളിത്തട്ടായി മാറിയിരിക്കുകയാണ് കിച്ചൺ. അവരെ അവിടെ ഗൈഡ് ചെയ്യാൻ മൈക്കിളും ഉണ്ട്, ഗണേശുമുണ്ട്. ഇന്നത്തെ ടാസ്ക് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് കാണാം. ഇതിനകത്ത് കുട്ടിക്കലവറയൊന്നും അല്ല, ടാസ്കാ. ഡബിൾ ബുൾസൈ ആണ് ഉണ്ടാക്കേണ്ടത്. ബുൾസൈ ഉണ്ടാക്കാൻ അറിയോ? ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടില്? എന്തുകൊണ്ടാ ഉണ്ടാക്കുന്ന ബുൾസൈ? 10 മുട്ട തരും, അത് വെച്ചിട്ട് നമ്മള് ഡബിൾ ബുൾസൈ ചെയ്യാൻ മാത്രമല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവരെ ഇംപ്രസ് ചെയ്യണം. അറിയോ പൊട്ടിക്കാതെ ഒഴിക്കാനൊക്കെ ആയിട്ട്. ആരുണ്ടാക്കുക? മുട്ട പൊടിച്ചിട്ടു, തൊള്ളിപ്പൂപ്പിട്ടു. എന്നിട്ട് ചെയ്യുവോ നിങ്ങൾ രണ്ടുപേരും പോയി? രണ്ടുപേരും എന്നെ നാണം കെടുത്തരുത്. ആരെ ഫസ്റ്റ് മേടിക്കാ? രണ്ടുപേരും ഫസ്റ്റ് മേടിക്കും. അടിച്ചു പൊളിച്ച് ചെയ്യുവാ. രണ്ടുപേരും നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. അവിടെ എന്തൊക്കെ ചെയ്യുന്നറിയില്ല, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ കൂടെയുള്ളത് ഷെഫ് മൈക്കിൾ, ഹോളിഡേ ഇൻ കൊച്ചിയിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഷെഫ് മൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർനാഷണലി ആൻഡ് ലോക്കലി. ഇത് ഷോയിൽ എൻ്റെ കൂടെ എൻ്റെ F&B മാനേജർ ഹോളിഡേ ഇൻ കൊച്ചിൻ്റെ ഗണേഷ് മൈക്കിൾ ആർ ദ പില്ലർ ഓഫ് ഹോളിഡേ ഇൻ കൊച്ചി. ഷെഫ് മൈക്കിളാണ് നമ്മുടെ കുട്ടികളുടെ പാചക വൈദഗ്ധ്യം ജഡ്ജ് ചെയ്യുന്നത്. ഷെഫ്, ആ ക്രൈറ്റീരിയ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ക്രൈറ്റീരിയ ഈസ് 7 to 13 ഏജ് ലിമിറ്റ്. പിന്നെ നമ്മളുടെ സെക്കൻഡ് നമ്മളുടെ സേഫ്റ്റി, നമ്മുടെ കുട്ടികളുടെ കുക്കിംഗ് സെഷനിൽ സേഫ്റ്റി. നമുക്കിപ്പം ഗ്യാസ് എങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം, അത് സേഫ്റ്റി. രണ്ടാമത്തെ നമ്മളുടെ ഹൈജീൻ സ്റ്റാൻഡേർഡ്. ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ മീൻസ് നമ്മളുടെ ക്ലീൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം. വെജിറ്റബിൾ വാഷ് ചെയ്യണോ, മുട്ട വാഷ് ചെയ്യണോ, കൈ വാഷ് ചെയ്യണം, അതുപോലെ ഹൈജീൻ ഫുഡ് ഉണ്ടാക്കണം. സോ അത് നമുക്ക് പോയിട്ട് ജഡ്ജ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാം ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ കേരളത്തിലെ കൊച്ചു കുട്ടികളുടെ ഫുഡ് ഹാബിറ്റിൽ തന്നെ നല്ല കാര്യമായ മാറ്റങ്ങൾ വരുന്നതാണ്. കാര്യമായിട്ട് അത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ എയിമും. കുട്ടിക്കുരുന്നുകളെ ഏപ്രൺ അണിയിച്ച് കുട്ടി പാചകക്കാരാക്കി. കൈപുണ്യത്തിന് തൊട്ടുമുമ്പ് പാചകകലയുടെ ഒരു ബാലപാഠം. ഏപ്രൺ അണിഞ്ഞ് 20 കുട്ടിക്കാന്താരികളും മുട്ടകൾ തട്ടിപ്പൊട്ടിക്കാൻ തയ്യാറായി. പാചകപ്പുരയുടെ തീച്ചൂളയിലേക്ക് കയറും മുമ്പ് മൈക്കിളും ഗണേഷും പാചക സമയത്ത് ശ്രദ്ധിക്കേണ്ട സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി. അപ്പോൾ ഷെഫ്, ഇതാണ് നമ്മുടെ കുട്ടി കലവറയിലെ മാസ്റ്റർ ഷെഫ്. 20 കുട്ടീസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണോ? സോ നമുക്ക് ഇപ്പം കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് ഇച്ചിരി 2-3 കാര്യങ്ങളുണ്ട് സൂക്ഷിക്കണം. അത് എന്താ? അത് പിന്നെ സൂക്ഷിക്കണം. വെരി ഗുഡ്. ഞാനിപ്പം കിച്ചണിൽ കയറുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട് ഞാൻ നോക്കും. എനിക്ക് ആദ്യം വേണമെങ്കിൽ കൈ നല്ലപോലെ ക്ലീൻ ചെയ്യണം, പിന്നെ ക്ലീൻ ഡ്രസ്സായിട്ട്, പിന്നെ ഒരു ഏപ്രൺ ഓർ ബട്ടൺസ് എന്ന് ഇടുമ്പം അത് ബട്ടൺ സൂക്ഷിക്കണം. ബട്ടൺ സൂക്ഷിക്കണം എന്ന് ഷെഫ് പറഞ്ഞാൽ അറിയാം. ബട്ടൺ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിലോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടാസ്കിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് ഷെഫ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ടാസ്ക് ബുൾസൈ, ഫ്രൈഡ് എഗ്. പിന്നെ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നോക്കണം. നമ്മളുടെ യെല്ലോ പാർട്ടില്ലേ, മുട്ടാൻ്റെ
എന്താ പറയാ? അതെന്താ പറഞ്ഞേ? അല്ലേ? അത് പൊട്ടിക്കണ്ട. അത് പൊട്ടു പോകുമ്പോൾ അത് സെലക്ഷൻ ആകത്തില്ല, പ്രൈസ് കിട്ടത്തില്ല. നമ്മൾ കൂടുതൽ മുട്ട ഉപയോഗിക്കും തോറും കോമ്പറ്റീഷനിൽ തോറ്റുപോകില്ല, മാർക്ക് കുറയും അല്ലേ? അപ്പൊ മിനിമം മുട്ട ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നല്ല ബുൾസൈ ഉണ്ടാക്കണം, നല്ല ഷേപ്പ് വേണം, 2 കണ്ണുകൾ ശരിക്കും നിൽക്കണം. അപ്പൊ നമുക്ക് നല്ല കിച്ചണിലോട്ട് കയറാം. എനിക്കാണെങ്കിൽ ബുൾസൈ ഉണ്ടാക്കാൻ അങ്ങനെ അറിയൊന്നുമില്ല. ആതിര ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും ഓർമ്മയില്ല. അമ്മ ഉണ്ടാക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ബുൾസൈ എങ്ങാനും ഞാൻ ഇങ്ങനെ തുറക്കുമ്പോൾ പൊട്ടിപ്പോകുന്നോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നല്ല രീതിയിലൊന്ന് നോക്കാം. കുട്ടിക്കലവറയിൽ കടന്ന കുരുന്നു കാന്താരികളെ കാണാൻ ഇതാ ഒരാൾ. പേര് നിർമ്മൽ. കുട്ടിക്കുരുന്നുകൾക്ക് നിർമ്മലിന്റെ രൂപവും ഭാവവും കണ്ട് കൗതുകമുണർന്നു. കുട്ടികളെ കണ്ട നിർമ്മൽ കുട്ടിത്തവുമായി നിർമ്മലമായ ചിരിയോടെ നിർമ്മലമായ മനസ്സോടെ കുട്ടികളോടൊപ്പം നിറഞ്ഞു നിന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടാസ്ക് എല്ലാവർക്കും അറിയാലോ. ഇന്നെന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഡബിൾ ബുൾസൈ. 2 ബുൾസായി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരണം. അവിടെ ഒരു 10x വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് മാക്സിമം 2 ഉണ്ടാക്കണം. അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്യണം. അത് എനിക്ക് തരണം. പൊട്ടാണ്ട് ഉണ്ടാക്കണം. ആ ഇന്നത്തെ ടാസ്ക്. ഓക്കെ? അപ്പൊ തുടങ്ങല്ലേ? എല്ലാവരും പാൻ എടുത്ത് സ്റ്റവിൻ്റെ മുകളിൽ വെക്കുക. അതെ, എണ്ണ സോളിഡ് ഫോമാണ്, അതുകൊണ്ട് ടീസ്പൂൺ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ? ആദ്യത്തെ 2 മുട്ട പൊട്ടി. പിന്നെ ഞാൻ അടുത്ത 2 എണ്ണം ശ്രമിച്ചു. ഓക്കെ ആയി. ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഇനി ഇത് പൊട്ടാതെ എടുക്കണം. എന്തായി ബുൾസായി? ഇതെന്താ വേൾഡ് മാപ്പ് പോലെ ഉണ്ടല്ലോ. ഇവിടെ എന്തായി? ഏത്? ഒന്നും ആയിട്ടില്ല. വെരി ഗുഡ്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ആദ്യത്തെ 2 എണ്ണം പൊട്ടിപ്പോയി. ഇവരിട്ട രണ്ടാമത്തെ എണ്ണം പൊട്ടി. ആണോ? 2 എണ്ണം പൊട്ടിയില്ല. ഇവൻ 2 എണ്ണം കിട്ടും. അതിൽ 1 എണ്ണം ചീറ്റിപ്പോയി. ഒരെണ്ണം എന്റെ ചീറ്റിപ്പോയി. പിന്നെ വേറെണ്ണം എന്റെ റെഡിയായി. വെരി ഗുഡ്. പൊട്ടിപ്പോയി. വെരി ബാഡ്. അതെന്താണത്? ഏതാ? വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് കണ്ടിട്ട് പേടിയാവും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടാസ്ക്കാണ് ബുൾസൈ. അത് പൊട്ടിക്കാതെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്ന വിധവും പറഞ്ഞു തന്നു. മുട്ട പൊട്ടിപ്പോയാൽ അത് മാറ്റി വയ്ക്കുക, വേറെ ഉണ്ടാകാം കേട്ടോ.
അത് തെറ്റിപ്പോയി. നമ്മൾക്ക് ഒന്നും കൂടി ഉണ്ടാക്കി ട്രൈ ചെയ്യാം. ശരിക്കും ഞാൻ ടെൻഷനിലാണ്. ഇതിപ്പോൾ വെറുതെ പറയുന്നതല്ല. കാരണം വേറൊന്നുമല്ല, അവർ ചെറിയ കുട്ടികളാണ്. എനിക്കറിയില്ല അവരെങ്ങനെയാണ് ഒരു കിച്ചണിൽ കയറിയിട്ട് ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബുൾസൈ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. പോയിട്ടുണ്ട്. ചേട്ടാ വേറെ പൊട്ടിക്കണ നേരെന്ന് പൊട്ടിക്കാം. അതെന്താ വരാത്ത? ഹായ് വന്നൂലേ ഏട്ടാ? ആ വേണ്ടി ഓ അഭിനന്ദൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയല്ലോ. എനിക്ക് ഇതേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഞാൻ ട്രൈ ചെയ്തു, അപ്പോൾ ഇതേ കിട്ടിയുള്ളൂ. ഡബിൾ ബുൾസൈ ഡെക്കറേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ രൂപശ്രീ ആൻറ്റിയാണ്, അതായത് ചന്ദനമഴയിലെ ഊർമിള ദേവിയായിട്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ രണ്ടെണ്ണം ട്രൈ ചെയ്തു, എൻ്റെ രണ്ടും പൊട്ടിപ്പോയി. ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പം ഞാൻ ദേവനന്ദന് കൊടുത്തു ചെയ്യാൻ. മാറ്റ് ഇത് പിടി, മാറ്റി ഇത് പൊക്ക്. ചേച്ചി ഞങ്ങൾക്ക് ഇച്ചിരി പൊടിവിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി പ്രയോഗിച്ച് നോക്കി നന്നായി വർക്ക് കേട്ടോ. നിനക്ക് എന്താണോ തോന്നുന്നേ? എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ അത് പൊട്ടി, പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായി. ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാം പൊട്ടിപ്പോവായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒരെണ്ണം ബുൾസയായിട്ട് വന്നേക്കുന്നത്. ഇതെന്താ ചെയ്യുന്നേ? ബാക്കിയുള്ളവരൊക്കെ പൊട്ടിയിട്ട് വീണ്ടും ചെയ്യുന്നു. നമ്മ പൊട്ടി, പക്ഷേ ഞാൻ എന്തായാലും പൊട്ടിയില്ലേ. അപ്പം നമുക്കൊരു ടെഡി ബിയറെ പോലെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ആദ്യത്തെ മുട്ട പൊട്ടിച്ചിട്ടപ്പോൾ അതിൻ്റെ കൈ പൊള്ളി ഒക്കെ പോയി. ഞാൻ 5-6 മുട്ടയൊക്കെ ഇട്ടു, ഇവൻ തട്ടി ഒക്കെ കളഞ്ഞു. പിന്നെ ഞാൻ അറ്റ് ലാസ്റ്റ് എന്താണ്ടൊക്കെ കാണിച്ച് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഉണ്ടാക്കാന്ന്. എപ്പോ പറഞ്ഞു? പിന്നെ നീ എപ്പോഴും എന്നെ കുറ്റം പറയാനല്ലേ. ഒന്ന് പോടാ. ഇതെന്നിട്ട് ആ കണ്ണും വായൊക്കെ വരച്ചിട്ട് ശരി പോരെ. വലിയ ഗമയിലുണ്ടാക്കിയല്ലോ ഉപ്പുമാവ് മാറി അടിക്കുന്നേ. ഇതൊക്കെ ഞാൻ ഇത്രയെങ്കിലും കാണിച്ചില്ല. ഇതൊക്കെ ഉണ്ടാക്കണ പാട് എനിക്കേ അറിയുള്ളൂ. എന്ത് പാട് ബുൾസൈ ഉണ്ടാക്കാൻ? നീ ഉണ്ടാക്കി നോക്കിക്കോ. ഞാനെങ്കിലും ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലേ. നീ കൈവളം വെച്ചിട്ടല്ലേ മാറി. എന്നിട്ട് നീ ഉണ്ടാക്കാൻ പോയപ്പോ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയണു. ചേട്ടാ എന്നെ കണ്ണും മൂക്കും വായും എല്ലാം നമ്മള് ഡ്രഗേറ്റ് പോവാ. പെട്ടെന്ന് ഡ്രഗേറ്റ് ചെയ്യാൻ നീ മിണ്ടായിരിക്കും. ജിഗ്രു, ഇത് 10 മുട്ടകളും കൂടുതലുണ്ടല്ലോ. നീ അവിടെ നിന്ന് അടിച്ചു മാറ്റിയോ? സത്യം പറയാം, അതിന് വീട്ടിൽ നിന്ന് കൊണ്ടോ? സത്യം പറയടാ. അല്ലല്ല, എന്റെ 5-6 മുട്ട വാങ്ങിച്ചെടുത്തു. കടം വാങ്ങിച്ചവൻ. അപ്പൊ കടം വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണല്ലേ? ശരി നടക്കട്ടെ. ഷെഫ് ഇപ്പൊ വരും. വെൽക്കം സാർ. വെൽക്കം ടു കുട്ടിക്കലവറ. സാർ, നമ്മൾ ടാസ്ക് അറിയാലോ അല്ലേ? അറിയാം. പിന്നെ ഇങ്ങനത്തെ ടാസ്ക് മുമ്പ് ജഡ്ജ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഞങ്ങൾ ഹോട്ടലിൽ കിഡ്സ് മെനു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾ റേറ്റ് ചെയ്തില്ല. പക്ഷേ വി ഹാവ് ഡൺ എ കുക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സ്പെഷ്യൽ സമ്മർ വെക്കേഷൻ ഒരു സമ്മർ ക്ലാസ് ഉണ്ടായിരുന്നു. സോ വി ഹാവ് ടോട്ട് ദം ആൻഡ് വി ഹാവ് ടീച്ച് ദം ഹൗ ടു ഡു ദാറ്റ്.
Okay, first of all, introduce yourself. My name's Rohan. My name is Nandapia. Devanandapia. ദേവ്നന്ദ. എന്താണ് ചെയ്തത്? ഫ്രൈഡ് എഗ് ആണോ? നമ്മൾ ഡബിൾ ബുൾസൈ ഉണ്ടാക്കി. ഡബിൾ ബുൾസൈ വിത്ത് ഗാർണിഷിംഗ്. വിത്ത് ഗാർണിഷ്. ഓക്കെ ദേവ്, ദ്രോഹൻ ഇങ്ങോട്ട് പാസ് ചെയ്തോളൂ. ഇത് ഫ്രൈഡ് എഗ് ബുൾസൈയാ. ഐ എവിടെ? ഐ കാണാനില്ലല്ലോ ഇതിനകത്ത്. ക്യാരറ്റ് മാത്രമേ കാണാനുള്ളൂ. എത്ര എഗ്ഗാണ് കിട്ടിയിരിക്കുന്നത്? എത്ര എഗ്ഗ്? 2 എഗ്ഗ്. ഓക്കെ, താങ്ക് യു. ദിയ എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ പേര് ദിയ. എനിക്ക് മാഗി ഉണ്ടാക്കാറിയാം, ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാറിയാം, പുട്ടുണ്ടാക്കാറിയാം, ഇടിയപ്പം ഉണ്ടാക്കാറിയാം, ദോശ ഉണ്ടാക്കാറിയാം. ഇത് ദിയ. പിടിച്ചാൽ പിടികിട്ടാത്ത പാലക്കാടൻ കാറ്റുപോലെ പാറിപ്പറക്കുന്ന മഞ്ചാടിമണി. ഈ കുണ്ടണിക്കുടുക്കയുടെ കയ്യിലില്ലാത്ത കുസൃതിത്തരങ്ങൾ ഇനി പുതുതായി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 20 അംഗ കുട്ടിപ്പാചക പുലികളിൽ ദിയയും കുഞ്ഞിക്കൈകളുടെ കൈപുണ്യം പ്രേക്ഷകരുടെ നാവിൽ പകരാൻ കുട്ടിക്കലവറയുടെ ചൂടും പുകയും മണവുമുള്ള വേദിയിൽ കാൽത്തള കിലുക്കി കൈവള കിലുക്കി കൊഞ്ചിക്കുഴഞ്ഞിതാ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലേ? പിന്നെ ഇതെന്തുവാ? അത് ഏട്ടൻ ഉണ്ടാക്കിയതാ. ചേട്ടൻ ഉണ്ടാക്കിയാണോ? അപ്പൊ മോള് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? മാർക്ക് വേണ്ടേ മോക്ക്? അറിയില്ല. അറിയില്ല? അപ്പൊ വീട്ടിലൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല അമ്മേ? ഒന്നുമില്ല. നാളെ വൈകുന്നേരം വന്നാൽ ഷെഫ് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ എന്നാല് അദ്ദേഹം പറഞ്ഞോളൂ, എവിടെ ബുൾസൈ? എവിടെ? ഇതാണോ ബുൾസൈ? ഐ എവിടെ? ക്യാരറ്റിന്റെ അനിയൻ. അപ്പൊ എത്ര മുട്ട ഉപയോഗിച്ചു? 4 ഉപയോഗിച്ചു. അതിന്റെ ഉണ്ണി എവിടെ? 4 ഉണ്ണി എവിടെ? 2 ഈ പ്ലേറ്റിലുണ്ട്. ദിയയുടെ വായിലുണ്ടല്ലേ? ഇത് മത്സരമാണോ അതോ ഗണേശ് ഇത് നോക്കിയോ? ഇത് ഷേപ്പ് നോക്കിയോ? ടൈഗറിനെ പോലെയുണ്ട് അല്ലേ? ഇത് ബുൾസൈ അല്ല, ഇതൊരു ടൈഗറിന്റെ ഫേസ് കട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടൈഗർ ഫിഷ്. ആ, ദിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ദിയ എവിടെ തിന്നു? അവിടെ ഇല്ലേ? തിന്നൽ മാത്രമല്ല, ദിയ ഓംലെറ്റ് കഴിക്കുന്ന തിരക്കിലാണല്ലേ? ഓ പിന്നെ, വിശക്കുന്നതിനിടയിലാണ് ഒരു കോമ്പറ്റീഷൻ. ഓംലെറ്റ് കഴിക്കുന്ന തിരക്കിലാണോ? ലഞ്ച് കഴിച്ചില്ല ആണോ? അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഓംലെറ്റ് കഴിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. വീട്ടിലുണ്ടാക്കുമോ ബുൾസൈ? അടക്കെ ബുള്ള് കൊണ്ടുവരും, പിന്നെ അതിന്റെ ഐസ് എടുത്തിട്ട് പൊട്ടിക്കോ? പിന്നെ എങ്ങനെ ഉണ്ടാക്കും? എഗ്ഗ് എപ്പോഴുണ്ടാക്കും? ബ്രേക്ക്ഫാസ്റ്റിനാണോ ഉണ്ടാക്കുക? ഡിന്നറിനാണോ? എപ്പോഴാ? ഡിന്നറിന് ഇടയ്ക്ക്. ഡിന്നറിൽ ഇടയ്ക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല? ഇതൊരു ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, ഫ്രൈഡ് എഗ് വിത്ത് ബ്രെഡ് അല്ലേ? അപ്പോൾ സംടൈംസ് കഴിക്കാറുണ്ട്. ആണോ? അപ്പൊ എനിക്ക് പോയിട്ട് അമ്മയോട് പറയാം, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൈഡ് എഗ് ബ്രെഡും തരണം എന്ന് പറയാം കേട്ടോ. എഗ്ഗിൽ എന്താണ് കൂടുതൽ? എന്താണ് എഗ്ഗിലുള്ളത്? അതിൻ്റെ ഉണ്ണിയും പിന്നെ ആ വെളുത്ത സാധനവും. ഉണ്ണിയും ആ വെളുത്ത സാധനം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല, നമുക്ക് എന്താണ് എഗ്ഗിൽ? എഗ്ഗ് കഴിച്ചാൽ എന്താ കിട്ടുക ഞങ്ങൾക്ക്? എനർജി. എനർജി കിട്ടോ? എനർജി എവിടെ നിന്ന് കിട്ടാം? എഗ്ഗിൽ എന്താണ് കൂടുതലുള്ളത്? ഒരു കാര്യമുണ്ടോ, നൈറ്റിൽ തിന്നിട്ട് എനർജി ഇവിടെ എന്താണ് വേണ്ടേ? ഉറങ്ങുമ്പല്ലേ? ആ, അതും എനർജി അല്ലേ? എഗ്ഗിൽ ഏറ്റവും കൂടുതൽ എന്താണ്? പ്രോട്ടീനാ അല്ലേ? അപ്പോൾ എഗ്ഗ് കഴിക്കും, നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ധാരാളം കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 2 എഗ് വൈറ്റ് ഓംലെറ്റ് കഴിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. എത്ര എഗ് ഉപയോഗിച്ചു? 8 മുട്ട ഉപയോഗിച്ചു. ബാക്കി എന്ത് ചെയ്തു? 2 മുട്ട ശരി, ബാക്കി എല്ലാം വേസ്റ്റ് ആയി. ഞാൻ എന്താ ചെയ്യും? ഇല്ല, ആരും വേസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ വടി പോലെ നിൽക്കും അവിടെ. ആരും വേസ്റ്റ് ഉണ്ടാക്കും, ഞാൻ അവൻ പയ്യനക്ക് അവിടുന്ന് വിടത്തില്ല. ഓക്കെ, ഗുഡ് ഈവനിങ് ഗൈസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ, എന്താണ് പേര് പറഞ്ഞോളൂ? അഭിനന്ദ് പരമേശ്വർ. അഭിനന്ദ് പരമേശ്വർ. ഒരു പല്ലെവിടെ പോയിരിക്കുകയാണ്? പരമേശ്വരിൽ എടുത്ത് പോയില്ലേ? പല്ലെവിടെ? ബുൾസൈൽ വീണോ? അല്ല, 2 പല്ല് കാണല്ലോ ഷെഫ്. ഒരു പല്ല് മുട്ടയിലുണ്ടാവുമല്ലോ. മുട്ടയിലുണ്ടോ? മുട്ടയിലില്ല. ഓക്കെ, അടുത്ത ആള് അഭിനവ് പരമേശ്വർ. അഭിനവ് പരമേശ്വർ.
ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ. ബ്രദർ സിസ്റ്റർ. ആ എന്തൊരു ബന്ധമുണ്ടല്ലോ. ചേട്ടനാണോ? ആരാ ചേട്ടൻ? ഞാൻ ആണോ? പക്ഷേ കാണുമ്പോ ഇദ്ദേഹത്തിനാണല്ലോ ചേട്ടനെ പോലെ തോന്നുന്നത്. ഹൈറ്റിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നമ്മളെ പോയിന്റിലോട്ട് വരാം. ഞങ്ങൾക്ക് ഉണ്ടാക്കിയ സംഭവം കാണിച്ചു തന്നോളൂ. ഇതാണ് എന്താ ഇത്? അപ്പൊ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു തന്നിട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബുൾസൈ? ഇതുപോലത്തെ കുഞ്ഞു മുട്ട എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ 2 കൃഷ്ണമണി പോലെ. ഇതെന്താണ് കൃഷ്ണമണിയായിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? കടുകോ? ഇത്രയും വലിയ കടുകോ? കുരുമുളക് അല്ലേ? ഓക്കെ. ആ ഇതെന്താ ഈ റെഡ് കളറിൽ എന്താണ് കാണുന്നത്? ചെവിയോ? ചെവി ഇവിടെയല്ലേ? പിന്നെ ഇതോ ഈ ബ്ലാക്ക് കളറിൽ എന്താ ഇവിടെ ഇട്ടിരിക്കുന്നത്? ബിയാർഡാണോ? ഇതുപോലുള്ള താടിയാണോ? പക്ഷേ ബുള്ളിനെവിടെയാണ് താടിയൊക്കെ? ബുള്ളിനെവിടെയാണ്? കാളയ്ക്ക് എവിടെയാണ് താടിയൊക്കെ വെച്ചിട്ടുള്ളത്? എവിടെ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? താളം അതാണോ വെച്ചിരിക്കുന്നത്? ഓക്കെ, താടിക്ക് പോകുമ്പോൾ കുറച്ച് മാർക്ക് കൊടുക്കണം അല്ലേ? അപ്പോൾ ഓക്കെ എന്നാലേ. താങ്ക് യു. ചുമ്മയോ? ആ ചുമ്മ വെറുതെ കുറച്ച് കുക്കുംബർ എൻ്റെ താഴെ വെച്ചു, കാളയുടെ മൂക്കിൻ്റെ താഴെ വെച്ച് കൊടുത്തിരിക്കുകയാണല്ലേ. തിന്നു കഴിച്ചോളൂ. ഇത് ഞാനും ഷെഫും കൂടെ മാർക്ക് ഇട്ടതിന് ശേഷം 2 പേരും കഴിച്ചോളൂ കേട്ടോ. ലഞ്ച് കഴിച്ചില്ലേ? കഴിച്ചായിരുന്നോ? ഇപ്പോൾ വിശന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ, ഗുഡ്, താങ്ക് യു. ആഷ്മിയും ആൻമിയും രണ്ടുപേരും കുറച്ച് ഷൈ ടൈപ്പാണെന്ന് തോന്നുന്നു. പക്ഷേ ടാസ്കിൽ ഇവർ പുലികളായിരിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനുണ്ട്. എന്നാലും മാക്സിമം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കലവറയിലത്തെ കുഞ്ഞു കുട്ടികളുടെ പാചകം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു, നല്ലതായിട്ട് വന്നു. ബുൾസായി പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്ക് അറിയാം എന്താ ബുൾസായി. They know the concept. ബുൾ അറിയാം, ഐ അറിയാം. കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ് വെരി ക്ലിയർ ആണ്. സോ പിന്നെ കൊച്ചു കുട്ടികളില്ല, നമ്മൾ അവരിൽ നിന്ന് ഇത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ? ഈ പ്രായത്തിൽ നമ്മളൊന്നും കിച്ചൺ കണ്ടിട്ട് വരില്ല, ശരിയല്ലേ? ഷെഫ് കണ്ടുണ്ടോ? ഞാൻ കണ്ടില്ല. നിർമ്മല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, കഴിച്ചിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ കാണാനുണ്ട്, ശരീരത്തിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഞങ്ങൾ 3 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3rd place ആമി ആൻഡ് ആഷ്മി. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ സെക്കൻഡ് ആരാണ്? സെക്കൻഡ് പ്രൈസ് ആർക്കാണ്? സെക്കൻഡ് പ്രൈസ് ഗോസ് ടു, കുറച്ച് ടൈറ്റ് ഇതാണ്, കോമ്പറ്റീഷൻ ആണ്, ഗോസ് ടു ഗൗരവ് ആൻഡ് റെനിക്. ഗൗരവ്, കൺഗ്രാറ്റുലേഷൻ. ഗൗരവ്. വെൽ ഡൺ. കൺഗ്രാറ്റുലേഷൻ റിനി. ഗുഡ് ജോബ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട് ഒരു എനർജി കാണുമല്ലോ എനിക്ക്. അങ്ങനെയൊന്നുമില്ലേ? ഫുഡൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്? കഴിച്ചായിരുന്നോ? വെരി ഗുഡ്, ഗുഡ് ജോബ്, താങ്ക് യു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആരാന്ന് അറിയാം അല്ലേ? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അഭിനവ് ആൻഡ് അഭിനു. വായിലെന്താ? ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ലാന്ന് തോന്നുന്നില്ല അല്ലേ? ഇവിടെ ഹോളിഡേ ഒന്നും കഴിച്ചില്ലേ ഉച്ചക്ക്? ബുഫേ ഒന്നും കിട്ടിയില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് ആ ഹാപ്പിനെസ് ഒന്നും കാണാനില്ല അല്ലേ? മുട്ട കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഷെഫിന് 2 ഫ്യൂച്ചറിലായിട്ടുള്ള 2 ഷെഫ്മാരെയാണ് കിട്ടിയിരിക്കുന്നത്. ട്രെയിനിങ് ചെയ്യണോ ഹോളിഡേയിൽ കിച്ചണിൽ? വേണോ? അത് ശരി, ഗുഡ്. പെട്ടെന്ന് തിന്നോ അത് മുട്ട? ഞാൻ കഴിച്ചോ? ഗുഡ്. ഹാപ്പി ഉണ്ടോ ഫസ്റ്റ് ആയിട്ട്? വെരി ഗുഡ്, താങ്ക് യു. ഓ അയ്യോ, ഞങ്ങളെ കൊച്ചു നല്ല കൊച്ചാ, നിങ്ങളൊക്കെ കൂടി ചീത്താക്കുക അവനെ. ഒന്നും പറഞ്ഞില്ല. ഇത് കുട്ടിക്കലവറ, ഈ കുട്ടിക്കലവറ
ഞാൻ ഉയ്യോ, എന്റെ തലമുടി. എന്റെ പേര് അഭിനവ് പരമേശ്വർ. ഞാൻ UKG യിൽ പഠിക്കുന്നു. കുട്ടിക്കലവറയിൽ ഞങ്ങൾ 3 പേരുമുണ്ട്. അടുത്തതായി നമ്മളോടൊപ്പം വരുന്നത് അഭിനന്ദും അഭിനവുമാണ്. അവരുടെ മെന്റർ ആകട്ടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ നിഷ സാരംഗി. ലെറ്റ്സ് ഇൻവൈറ്റ് ദം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഭയങ്കര സ്റ്റൈലാണല്ലോ. അമ്മേ. ഹലോ. ഹലോ. ഹായ്. ഹായ്. എന്താണ് രണ്ടുപേരുടെയും പേര്? അഭിനവ് പരമേശ്വർ. ഇത് കൂട്ടടിയായി പോലെ രണ്ടുപേര് തമ്മിൽ. ഒരാൾ പറഞ്ഞ ആദ്യം വലിയ ആള് പറയും. അഭിനവ് ഓ, പരമേശ്വർ. നമ്മളാണല്ലേ വലിയ ആള്. ആയിക്കോട്ടെ, കേക്കട്ടെ. വലിയ ആള് പറയും. അഭിനവ് പരമേശ്വർ. ഓ, ഇതിപ്പോ അഭിനവ് പരമേശ്വർ. പരമേശ്വർ രണ്ടുപേർക്കും ഉണ്ട്. പരമേശ്വരൻ 2 പേർക്കും ഉണ്ട്. മറ്റത് മാത്രമേ അച്ഛൻ ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടിയല്ലേ. എന്താ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേര്? ഇത് ഇച്ചിരി വലിയ പേരല്ലേ നമുക്ക് വിളിക്കാൻ. കുഞ്ഞു. അബി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഇവന്റെ പേര് കുഞ്ഞിഞ്ഞു. ആഹാ, ചേട്ടനെ ഇവന്നൊക്കെയാ വിളിക്കാ? അത് പണ്ടായിരുന്നു, ഇപ്പൊ മാറി. ഗസറ്റിൽ കൊടുത്ത പേര് മാറ്റി. ഇത് കണ്ടിട്ട് തന്നെ തോന്നുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവരെ മെന്റർ ചെയ്യാന്നുള്ള ടാസ്ക് എന്ന് വെച്ചാല്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. ഇത്രയും കാലം അഭിനയം, പാട്ട്, ഡാൻസ് ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മെന്ററിങ് എന്നുള്ളൊരു ടാസ്ക് ആണ് വന്നിട്ടുള്ളത്. അതും ഇങ്ങനത്തെ നല്ല കാന്താരികൾ രണ്ടുപേര്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കുട്ടികളെ വളർത്താൻ. ഏത് വിധത്തിലുള്ള കുട്ടികളെ കിട്ടിയാലും എനിക്കിനി വളർത്താൻ പറ്റും. പുസ്തകം എഴുതും. എനിക്ക് കിട്ടി തുടങ്ങി. എന്നോട് അധികം ചോദിച്ചാൽ എനിക്ക് ഞാൻ ആൻസർ പറയുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണോ? നല്ല റിപ്പോർട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ അണ്ടി അടിക്കാൻ പാടില്ല. ഹലോ അഭിനന്ദേ, കുറെ നേരമായല്ലോ ആ നിഷ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത്. ഹോളിഡേയിൽ വെച്ചിട്ട് ഈ ഉപദ്രവിച്ചൊന്നും പോരാഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ബാക്കി കൊടുക്കുന്നത്. ഇവിടൊന്നും മാന്യനായിട്ട് മര്യാദ ടീഷർട്ട് തീർത്ത് കയറ്റി അങ്ങനെ നിന്നോ. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഡീപ്പോൾ പബ്ലിക് സ്കൂൾ. ആ സ്കൂളിൽ തന്നെയാ. ഏത് ക്ലാസ്സിലാ? UKG Aയിലാണല്ലേ. ഓക്കെ. തേർഡ് C. ഇതെന്താ ഈ ടീഷർട്ട് ഇങ്ങനെ തെറുത്ത് കയറ്റുന്നത്? ചേട്ടനെ ഉണ്ട്, അത് കണ്ടുപിടിച്ചതാ. ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വന്ന് ചെയ്യാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന ആള് പെണ്ണാണോ ആണാണോ? പേര് അച്ഛൻ വളർത്തുന്നതാ. ഞാൻ ചോദിച്ച മുടിയുടെ കാര്യം ചോദിച്ച. മുടി ഒക്കെ എടുത്തിട്ട് ഈ ടീഷർട്ട് അങ്ങ് താത്തിട്ടപ്പോ ഒരു പെണ്ണ് നിൽക്കുന്ന പോലെ തോന്നുവാണല്ലോ. നാണിച്ചപ്പോ ഉറപ്പായി ഞാൻ പെണ്ണാന്ന് തന്നെ തീരുമാനിക്കും. ആണോ? ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്തത്? എന്താ ചെയ്തെന്ന് പറയും. കുക്കറി എന്തുണ്ടാക്കിയേ? ഞാൻ പറയാം. ഡബിൾ ബുൾസൈ, ദോശ, ബർഗർ. സാൻഡ്വിച്ച് ഉണ്ടാക്കി. ആണോ? എന്ത് മുട്ട എടുത്തേ? കോഴിമുട്ടയോ തറമുട്ടയോ കാടമുട്ടയോ? താറാമുട്ട. എന്താ ഉണ്ടാക്കണ്ടേന്നൊക്കെ ആന്റി പറഞ്ഞു തന്നോ? അതനുസരിച്ച് തന്നെ ചെയ്തേ? എങ്ങനെയാണ് പറയുന്നൊക്കെ കേൾക്കോ? അതേപോലെ ഇങ്ങോട്ട് വരൂ അഭിനന്ദൻ എന്ന് പറയുമ്പോ അങ്ങോട്ട് പോണേ. അതുകൊണ്ട് ഇപ്പൊ ആദ്യം എനിക്ക് അങ്ങനെ അനുഭവം കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും എന്ന് പറയില്ല. അങ്ങോട്ട് പോവും എന്ന് പറയുമ്പോ ചിലപ്പോ ഇങ്ങോട്ട് വരും. മൂടനുസരിച്ച്. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കൊന്നുമില്ല. എന്ത് പറഞ്ഞു കൊടുത്താലും നമ്മള് മോനെ അങ്ങനെ ചെയ്യണേ മോനെ ഇങ്ങനെയെന്ന് പറയുമ്പോ മുഖത്തേക്ക് പോലും നോക്കില്ല. ഒറ്റ ഓട്ടോ എങ്ങോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയൊക്കെ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാലും അവൻ എവിടെ നിന്നാലും അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ പറഞ്ഞാൽ മതി, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആരെ കൂടെ വന്നിട്ടില്ല? അച്ഛനും അമ്മയോ? അച്ഛനും അമ്മ ബോബനെങ്കിലും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഇവിടെ അതച്ഛൻ, അതമ്മ. ബോബനെങ്കിലും ഞാൻ കണ്ടില്ല കുറച്ചു നേരമായിട്ട്. ബോബനെങ്കിലും കാണാനില്ല. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ രണ്ടുപേരും? ഫുൾ ടൈം എന്റർടൈൻമെന്റ് മോഡിലാണോ? ഏകദേശം ഇതേ സ്വഭാവം തന്നെ, ഒട്ടും ഒരു കുറവില്ല. പിന്നെ നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. കൊറേ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മ തന്നെയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ശിക്ഷ ഞാൻ കൊടുത്തു. ശരിക്കും ഒരാളൊന്നും പോരാട്ടോ.
എവിടെയാ സാർ വർക്ക് ചെയ്യുന്നത്? എവിടെയാ? പഞ്ചായത്ത്. പഞ്ചായത്താണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിലെങ്ങനെയാ ഇതുപോലെ തന്നെയാണോ? ഇതുപോലെ തന്നെ. ശരിക്കും സമ്മതിക്കണം കേട്ടോ ഇവരെ രണ്ടുപേരും നോക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസിന്റെ വീഡിയോ കാണാം. കാണാം. ശരി, അപ്പൊ അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. താങ്ക് യു. ഈ തലമുടി എന്താ ഇങ്ങനെ ഇരിക്കണേ? അച്ഛൻ വളർത്തിയപ്പോ ഇങ്ങനെയാ. ആണോ? അച്ഛന്റെ തല ഇങ്ങനെയാണോ? അല്ല, അച്ഛൻ മുടി എപ്പോഴും വെട്ടിച്ചാറുണ്ട്. ഞങ്ങൾ മാത്രം വെട്ടിച്ചാറില്ല. വെട്ടിച്ചാറില്ല എന്നല്ല, വെട്ടിച്ചാറെന്നൊക്കെ പറയാൻ വേറെ ഏതോ സ്ഥലത്തിന്റെ പേരാ. വെട്ടിക്കാറില്ല. അഭിനയിക്കുന്നത് ഇഷ്ടമാണോ? അഭിനയിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അഭിനയിച്ചിട്ടുണ്ടോ? ഓ, ഞാനല്ല, മോൻ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ പറ, എവിടെയാ അഭിനയിച്ചേ? കോട്ടയം ഫാഷൻ ഷോ. അതെങ്ങനെയാ അഭിനയിച്ചേ? ഒന്ന് കാണിച്ചു തരുമോ? ഇവിടെ ആരെയും ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ വില്ലനായിരുന്നോ? ഇങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ. ഇത് ഫാഷൻ ഷോ ആയിരുന്നോ? ഇങ്ങനെ കാണിച്ചായിരുന്നോ? ഇങ്ങനെ കാണിച്ചായിരുന്നു. അതെന്താ ഇങ്ങനെ വിട്ടിടും. ഇങ്ങനെ അപ്പൊ വീടില്ല ഇങ്ങനെ കാണിക്കുന്നു. ഇല്ല. പോവും അങ്ങോട്ട്. ഈശ്വര അതെ പോയി. ഇങ്ങോട്ട് വാ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഇറക്കിടാറുണ്ട്. പാമ്പ്. ഓടിക്കാനുള്ള പരിപാടിയാ. പാമ്പ് എന്തിനാ? ഇത് പോരെ ഓണാൻ. ഞാനാണ് പൊക്കത്തിരിക്കുന്നത്. രാജാവാ. ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കേ. വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്? മുത്തശ്ശി, അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? അങ്കിളൊക്കെ വരാറുണ്ടോ? കാള വരാനാണ്. കാള. കാളയോ? അതെന്ത് കാളയാ? ഈ കാളയാണോ? ഫ്രണ്ട്സ് എന്തൊക്കെ പറയാറുണ്ട്? ഫ്രണ്ട്സിനോട് എന്തൊക്കെയാ നിങ്ങൾ ഷെയർ ചെയ്യാറുള്ളത്? അയ്യോ, 365 ഫ്രണ്ട്സ് ഉണ്ട് അതിലേ. 365 ഫ്രണ്ട്സോ? അതാ ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്കിലല്ല, സ്കൂളിൽ തന്നെ. ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. വാട്സപ്പ് ഉണ്ടോ? ഫോൺ ഉണ്ടോ? ഇല്ല. അഭിക്കുണ്ടോ ഫ്രണ്ട്സ്? എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പെണ്ണും ഒരാണും. പെണ്ണ് ലക്ഷ്മി എനിക്കറിയാം. പെണ്ണ് ലക്ഷ്മിയുടെ കാര്യം എനിക്കറിയാലോ. ഒരു വലിയ പെണ്ണ. അതിന്റെ പേരാണ് ടീച്ചർ. ടീച്ചറല്ല ഞാൻ ടീച്ചറാണോ? അല്ല, അമ്മ. അമ്മയെന്ന് വിളിച്ചോ, കുഴപ്പമില്ല. എന്റെ ചക്കരയമ്മേ. എന്റെ ചക്കര മോനെ, എന്തുവാ മോനെ ഇങ്ങ് വന്നേ. അമ്മ വിളിക്കുമ്പോ മോൻ വരണ്ടേ? എന്തെങ്കിലും തരാമോ? ഇവിടെ വല്ലതും ഉണ്ടോ? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബിരിയാണിയാ? ഇപ്പൊ തന്നെ വേണോ ബിരിയാണി? ബിരിയാണി ഇപ്പൊ തന്നെ കഴിക്കാം. ആ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ? എന്താ പറയാ, എങ്ങനെ ഉണ്ടാക്കണം ബിരിയാണി? ഒരു സൈസ് നീളത്തിലുള്ള അരിയില്ലേ, അത് കൊണ്ടാ ബിരിയാണി ഉണ്ടാക്കണേ. അരി മാത്രം ഇങ്ങനെ ഇടുമ്പോ ബിരിയാണി ആവും അല്ലേ? അല്ല, പിന്നെ അരി വേവിക്കണം. അപ്പം ബിരിയാണിയുടെ റൈസ് ആകും. ഞങ്ങൾ ചായ ഇടാൻ പോവാണേ. ഓംലെറ്റ് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് ചായന്റെ ഒപ്പം. ഓംലേറ്റ് എങ്കിൽ ഓംലേറ്റ്. ചായ ഉണ്ടാക്കാൻ അറിയാം? കണ്ട് പടി. ചായ ഉണ്ടാക്കാൻ പറഞ്ഞേ. ചായ ഉണ്ടാക്കണ ഇന്റർവ്യൂ മൈക്കിൽ. പാത്രം വേണം. പാത്രം വേണം, വലിയൊരു പാത്രം. അതില ഇച്ചിരി പാലൊഴിക്കണം. ആദ്യം പാലാണോ ഒഴിക്കേണ്ടത്? പാലൊഴിക്കണം. അത് കഴിഞ്ഞിട്ട് തേയിൽപ്പൊടി ഇടണം. തേയിൽപ്പൊടി? തേയിലപ്പൊടി. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞ് എടുത്തു വെച്ചിട്ട് വൈകുന്നേരം ചായ കുടിച്ചു. രാവിലെ നമ്മൾ പാലൊഴിച്ചിട്ട് തേയിലപ്പൊടി ഇടണം. അത് വൈകുന്നേരം നമ്മൾ അതിൽ ഒഴിച്ചെടുക്കണം. അപ്പൊ ചായയായി അല്ലേ?
ഓ രാവിലെ ഇട്ടാലേ വൈകുന്നേരം ചായ കിട്ടുള്ളൂ. ഇവിടെ എന്താ ഇരിക്കണ പൂച്ച കുഞ്ഞാ? പൂച്ച മാറി. എന്തായിരുന്നു അവിടുത്തെ റാമ്പ് വോക്ക് ഒക്കെ? ആരെ പഠിപ്പിച്ച റാമ്പ് വോക്ക് ഒക്കെ? ഫാഷൻ ഷോ ഒക്കെ ആരെ പഠിപ്പിച്ചേ? ആര്? രണ്ടുപേരും പഠിച്ചോ? കാണിച്ചു ഒന്നും കൂടെ ഒന്ന് കാണിച്ചത്. ഇവിടെ ഇവരാരും കണ്ടിട്ടില്ല. അത് വേണ്ട. ഇത്ര നിങ്ങക്ക് നാണുള്ള ആൾക്കാരാന്ന് ഞാൻ അറിഞ്ഞില്ല. ആണോ? കുഞ്ഞു കാണിക്കോ? അഭിനന്ദനം നാണോ മടിയൊക്കെയോ? ഇതല്ല ഞാൻ വിചാരിച്ചത് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും. നല്ല സ്റ്റൈലുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണിച്ചു തരുമോ? ഇതൊക്കെയാണോ പഠിപ്പിച്ചേ? അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എങ്ങനെയാണ്? നിങ്ങൾ തമ്മിലുള്ള ആക്ടിംഗ് ആണോ അതോ ശരിക്കും കിട്ടിയതാണോ? ആവേശം മുക്കുമ്പോ സ്നേഹം മുക്കുമ്പോ ഇങ്ങനെയാണ്. കെട്ടിപ്പിടുത്തത്തിന് പകരം ഇടിയാണോ അല്ലേ? വേണ്ട വേണ്ട, ആന്റിക്ക് വേനിക്കും. നോ, ലാസ്റ്റ് ഞാനൊരു ഇടി കൊടുക്കും. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? സുഖമാണോ? അവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിരുന്നോ? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അവിടെ? ഒന്നും കാട്ടിക്കൂട്ടിയിട്ടില്ല. പക്ഷെ ആ ഹോളിഡേ ഹോട്ടൽ എടുത്ത് തകർത്തെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. ഹോട്ടൽ എടുത്ത് തിരിച്ചു വെച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നേരാണോ? അല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ അറിഞ്ഞതേ അഭിനന്ദ് അല്ലേ? അഭിനന്ദിന് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. ചേട്ടൻ ഇത്രയും കുഞ്ഞായിട്ട് മീശ വെച്ചണം. അതാണ് അറിയേണ്ടത്. എല്ലാ കുട്ടികളും എന്നെ കാണുമ്പോൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യം അത്. ചേട്ടൻ ഇത്ര കുഞ്ഞാണല്ലോ, പിന്നെ എങ്ങനെ മീശ വന്നെന്നുള്ളത്. കരടി നെയ് മുഖത്ത് ഇങ്ങനെ അസുഖം വന്നാ മീശ വരുമോ? ഇത് ഇവിടുത്തെ നമ്മുടെ ഈ വലുതായാൽ മീശ വരുള്ളൂ. ഞാൻ ചേട്ടാന്ന് വിളിച്ച എന്താന്നറിയാവോ? അഭിനവ് എന്നെക്കാളും വലുതല്ലേ? അപ്പൊ അഭിനവല്ലേ വലുത്? അതുകൊണ്ടാ ഞാൻ ചേട്ടൻ എന്നെക്കാളും വയസ്സ് കൂടുതലായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ വലുതാ കണ്ടോ. അപ്പൊ അഭിനവ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഒരു നല്ല കയ്യടി കൊടുക്കണം. ചേട്ടന് മൈക്ക് കൊടുത്തേ, ചേട്ടനോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ഇദ്ദേഹത്തെ സഹിക്കുന്നു? വീട്ടിൽ വെച്ച് നല്ല അടി കൊടുത്താ. വീട്ടിൽ വെച്ച് നല്ല അടി അടിക്കും. ഇവിടെ വെച്ച് ഈ ഹോളിഡേ ഹോട്ടലിൽ വെച്ചിട്ട് അടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? കൊറേ അടി കൊടുക്കണം. ഇതിനിടയ്ക്ക് വെച്ച് എവിടെയൊക്കെയോ വെച്ച് നമ്മളിങ്ങനെ നോക്കിയിരുന്നപ്പോ കണ്ടതേ നമ്മുടെ അഭിനവിനെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോ കബോർഡിനിടയെന്ന്, അതുപോലെ ബ്ലാങ്കറ്റിനിടയെന്ന്. ഇങ്ങനെയാണോ വീട്ടിൽ? ഇതുപോലെ തന്നെയാണോ? എവിടെയെങ്കിലൊക്കെ പോയി എപ്പോഴും ഒളിക്കോ? ഒരു ദിവസം ഒളിച്ചിട്ട് ഒരു വെട്ടിയിലായിരുന്നു. അത് ആദ്യം തറക്കലിനാ പറഞ്ഞു. അതിൽ ഞാൻ ഒളിച്ചിട്ട് എല്ലാ സ്ഥലത്തിനും പേടിച്ചു പോയി. എല്ലാരെയും പേടിപ്പിക്കലാണോ ഹോബി? ആണല്ലേ? അച്ഛനെയൊക്കെ പേടിപ്പിക്കാറുണ്ടോ? ഉണ്ട്. അച്ഛന് അഭിനന്ദനെ പേടിയാണെന്നാണല്ലോ പറയുന്നത്. അഭിനന്ദൻ പറയുമ്പോഴേ അച്ഛൻ അയ്യോ അത് ഞെട്ടോ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ല അല്ലേ? അച്ഛനെ കാണുമ്പോ ഞാൻ ഇന്നിപ്പോ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രംഗം ഉണ്ടായിരുന്നു. എന്താന്നറിയോ? അഭിനന്ദ് ഫാഷൻ ഷോയിലെ റാംബാക്ക് ഒരു 1-2 പീസ് ഇവിടെ ചെയ്ത് കാണിച്ച്. ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ഒന്ന് അടങ്ങിയിരുന്നേച്ചി. ഞാനൊരു കാര്യം അടങ്ങിയിരുന്നില്ല, ഞാൻ വന്ന് അവിടെ ഒട്ടിച്ചു വെക്കും കേട്ടോ. ഈ ചേച്ചി അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അടിച്ചു പൊളിച്ചു. ശരി. അപ്പൊ അതിൽ അച്ഛനെ ഒരു പെണ്ണായിട്ട് കരുതിയേക്കോ? എന്റെ അമ്മയും വേണ്ട, എന്റെ ചേട്ടനും വേണ്ട. എല്ലാവരും മൊത്തത്തിൽ നമ്മളെ കംപ്ലീറ്റ് ഫ്രണ്ടാക്കി ഇരിക്കുക.
കുസൃതിക്കുരുന്നുകളുടെ ചൂടൻ വിഭവങ്ങളുമായി കുട്ടിക്കലവറയുടെ നാടൻ തട്ടുകടയിലെ ഇന്നത്തെ സ്പെഷ്യൽ ഇഷ്ടമായെന്ന വിശ്വാസത്തോടെ കുട്ടിക്കൈകൾ ചൂടോടെ ചുട്ടെടുക്കുന്ന ചൂടൻ ദോശകളുമായി നാളത്തെ സ്പെഷ്യൽ കുട്ടിക്കലവറ. കൊതിയോടെ കണ്ടിരിക്കുക, കൊതി തീരെ കണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് നടന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കൂടുതലും എൻജോയ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബെഡൊക്കെ വലിച്ചിട്ട് അതായിരുന്നു ടാസ്ക്. நிறைய பசங்க என்னென்ன பண்றாங்க நம்ம பார்ப்போம். തക്കാളിയും കാന്താരിയും കറിയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില